ഹായ് സാർ, ഈ റാഗിങ് അനുസരിച്ചിരുത്തുന്നത് അത്യാവശ്യമാണോ? എന്തേ, നിനക്കതിന് വല്ല പ്രശ്നമുണ്ടോ? സാർ, ഈ റാങ്കിങ് സിസ്റ്റം തന്നെ ഒരു വലിയ പ്രോബ്ലമാണ്. ഈ ജാതി പ്രശ്നം പോലെ ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻസ് ജാതി കൂടിയതും സെക്കൻഡ് റാങ്ക് സ്റ്റുഡൻസ് ജാതി കുറഞ്ഞതും ഒക്കെ ഇറ്റ്സ് നോട്ട് നൈസ് സാർ. വേറെ എങ്ങനെയാ ചെയ്യണ്ടേ? സാർ, ആദ്യ റിസൾട്ട്സ് നോട്ടീസ് ബോർഡിൽ ഇടുന്നത് നിർത്തണം സാർ. ഈ മാർക്സ് കുറച്ച് വാങ്ങിയവര് ഈ ഫെയിൽ ആയവരുടെ കുറവുകൾ വെറുതെ മറ്റുള്ളവരെ കാണിച്ച് ഒരു ഏറ്റക്കുറച്ചിൽ എന്തിനാ സാർ? സാർ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. സാറിന് എയ്ഡ്സ് ആണെന്ന് അറിയുന്നു. അല്ല സാർ, ഒരു ഉദാഹരണം പറഞ്ഞതാ. ഡോക്ടർ സാറിനോട് മാത്രം പറയോ അതോ അത് നോട്ടീസ് ബോർഡിൽ ഇടുവോ? എന്താ ശരിയല്ലേ സാർ? അയ്യോ, ബേസിക്കലി വാട്ട് യു സേയിങ് ഈസ് ഓരോരുത്തരുടെ റിസൾട്ട് അവരവരുടെ ചെവിയിൽ പോയി നീയാണ് ഫസ്റ്റ്, നീ സെക്കൻഡ്, ഐ സോ സോറി, നീ തോറ്റു തൊപ്പിട്ടെന്ന് പറയണം. സാർ, യുവർ സ്പ്രേയിങ് സാർ. അയ്യോ അയ്യോ, എന്തൊരു വായിനാറ്റുവാ. അതല്ല സാർ, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, എന്താ റാങ്ക്സ് ബന്ധങ്ങൾ അറ്റുപോകാൻ കാരണമാകും. എന്താന്ന് പറയാം. ഇപ്പം ഞാൻ റാങ്ക് മേടിച്ചതുകൊണ്ടാണ് സാറിൻ്റെ അടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാർക്ക് കുറവായതുകൊണ്ട് ഒരു മൂലയെ കൊണ്ടിരുത്തേക്കുന്നത് കണ്ടില്ലേ? അത് മോശമല്ലേ സാർ? അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ. ഇനിയും നിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരുന്ന അടുത്ത തവണ ഫോട്ടോയ്ക്ക് ഫോഴ്സ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. പാസ്സാവൂല്ല, ഒരു കമ്പനി അവർക്ക് പണിയും കൊടുക്കാൻ പോകില്ല. ജോലി കിട്ടും സാർ. മിഷനെ മാത്രം വിശ്വസിക്കാതെ മനുഷ്യന്റെ ബുദ്ധിയെ വിശ്വസിക്കുന്ന ഒരുപാട് കമ്പനിയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ജോലി കിട്ടും സാർ. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. യു ഗ്യാരണ്ടീഡ്? യു ഗ്യാരണ്ടീഡ്? ബെറ്റ് സാർ, ബെറ്റ്. ഗോവിന്ദൻ ആ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്നില്ലേ, ഇവന്റെ ഫ്രണ്ട്സ് രണ്ടുപേര്, അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയ എന്റെ മീസ എടുക്കാം. ശരി സാർ. ഹാപ്പി സ്മൈൽ പ്ലീസ്. അയ്യോ അയ്യോ അയ്യോ, വിട്ടടാ. അവൻ മണ്ട ഓൺസ് വണ്ടിയോട് ചേർന്ന് അവൻ വിട്ടടാ, വിട്ട്. ദേ നോക്കിക്കേ, ഇപ്പോഴും നീ പണ്ടത്തെ ആ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? പൊയ്ക്കോണം, നിന്റെ ഈ സ്പെഷ്യൽ സ്മെല്ല് ഞങ്ങൾക്കറിയാം. എടാ പൈസ താടാ, എന്റെ സെക്കൻഡ് ഹാഫ് വരയ്ക്കുന്നടാ. ഞാൻ പോയി പാന്റ് വാങ്ങിക്കൊണ്ട് വരാം. എന്തിനാടാ വെറുതെ? ദേ വത്സന്റെ കോട്ടും സൂട്ടും ഇല്ലേ, നീ ഇതിട്ടോ. ഓട്ടടാ, നീ ജെട്ടിയിട്ടോണ്ട് പോയാലും അവന് നിന്നെ തിരിച്ചറിയാം. ഈ അഡ്രസ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? കൊള്ളാമല്ലോ, വായിക്കാൻ അറിയാമായിരുന്ന ഈ പണിക്ക് ഞാൻ വരും. വായിക്കാൻ അറിയില്ല, പീഡിപ്പിക്കാൻ പോവാണോ? ചേട്ടാ ചേട്ടന് സംസാരിക്കാൻ അറിയില്ലതുപോലെ. ഈ പഞ്ചവൻ പാരിവേന്ദ്രന്റെ വീട് എവിടാന്നറിയാമോ? ദോ ആ കാണുന്നതാ. ഒരു നോക്കു കാണാൻ ഞങ്ങൾ വന്നേ. ഇന്നാണ് എന്റെ ബുദ്ധി വളർച്ച വരുന്നത്. ഇതെവിടെ കിട്ടി? എന്റെ പോക്കറ്റിൽ. എന്താണ് എന്റെ നിന്റേത്? എല്ലാവരുടെ എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. കാണുന്നത് തെറ്റിദ്ധരിക്കും. മാറാം. എന്തു പറ്റി? ഭാര്യയുടെ അച്ഛനാ. ഓ, ഒന്ന് നിൽക്കൂ. ഭാര്യ എവിടെയുള്ളത്? അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വളരെ സങ്കടമായി. വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്തുമാത്രം സഹായം എനിക്ക് ചെയ്ത മനുഷ്യനാണെന്നറിയുമോ? എല്ലാം വിധിയല്ലാതെ എന്താ പറയുന്നത്? സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പാരി. യെസ്. സോറി, പാരി എവിടെ? ഞാനാണ് പാരി. അല്ല, പഞ്ചവൻ പാരിവേന്ദൻ. അതെ, ഞാൻ തന്നെയാണ് പഞ്ചവൻ പാരിവേന്ദൻ. പറയൂ. പാരിയെ നമുക്ക് കണ്ടിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല അല്ലേ? പാരി, ധൈര്യമായിട്ടിരിക്കേ. പഞ്ചവൻ പാരിവേന്ദൻ. എടാ,
അതേ പേര്, അതേ ഫോട്ടോ, അതേ ഡിഗ്രി, പക്ഷെ ആള് വേറെ. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഡാ, നിങ്ങൾക്ക് ദേജാവ് എന്താണെന്നറിയാവോ? ആ അതൊക്കെ അറിയാം. ഇപ്പം നടക്കുന്ന ഒരു കാര്യം നമുക്ക് നേരത്തെ നടന്ന പോലെ തോന്നും. അതല്ലേ തേജാവൂ? അതേപോലെ തന്നെ ജമായിബു എന്താണെന്നറിയാവോ നിനക്ക്? അറിയാം. ഇന്റർവെല്ലിന് പോയിട്ട് സിബിടാതെ കയറി വരുന്നത്. എടാ അതല്ലടാ, പല പ്രാവശ്യം കണ്ട ഒരു കാര്യം ഇപ്പൊ ആദ്യമായി നമ്മൾ കണ്ടതുപോലെ തോന്നുന്നതാണ് ജമായിബു. നമുക്കെല്ലാവർക്കും ഇപ്പൊ ജമായിബു ആടാ. ഫോട്ടോയിൽ കണ്ട പാരിയാണ് നമ്മുടെ കൂടെ പഠിച്ച പാരി. പക്ഷെ നമുക്കാണടാ പാരിയെ കണ്ടപ്പോ മനസ്സിലാകാഞ്ഞത്. ഇതാടാ എന്റെ തിയറി. എങ്ങനെയുണ്ട്? ഇതിനേക്കാളും നല്ലത് നിന്റെ ബോംബാ. നിനക്ക് എങ്ങനെ പാരിയുടെ അഡ്രസ് കിട്ടിയേ? അതെ, നിനക്ക് എങ്ങനെയാ അത് കിട്ടിയേ? How dare you take my biscuits? I got it from San Francisco. Handmade biscuits. It's very expensive. Specially made for Kosaksi പസപ്പുകൾ. അതാരടാ കുസുക്സി പസപ്പുകൾ? കുസുക്സി അല്ല, കൊസക്സി പസപ്പുകൾ. Do you know who that is? The great scientist. ഇതിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ലോകം അയാൾക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. എളുപ്പത്തിൽ അയാളെ കാണാൻ പറ്റുകയില്ല. 1 വർഷം കൊണ്ട് ഞാൻ ചേസ് ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അയാളൊന്ന് എന്റെ കമ്പനി ഡീലിൽ സൈൻ ചെയ്താലുണ്ടല്ലോ, I will get it $1 billion business. I will huge. എടാ മേപ്പോട്ട് നോക്കി കഥ പറയുന്നത് നിർത്ത്. പാരി ഊട്ടിയിലുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതിന് നീ പസപ്പനോട് വേണം താങ്ക്സ് പറയാൻ. കാരണം എന്റെ സെക്രട്ടറി ലോറ മിസ്റ്റർ പസപ്പകളുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. എന്നാൽ പാരിയെ കിട്ടിയടാ. ഇത് പാരി തന്നെയാ? പാരി എവിടെയുണ്ടെന്ന് ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അച്ഛ, എന്നോട് ക്ഷമിക്കൂ അച്ഛ. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തവനാണ് ഞാൻ. കാശിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഓപ്റ്റിക്കൽ ഫൈബർ പ്രോജക്റ്റിന്റെ ടെൻഡർ വരുന്നു പ്രതീക്ഷിച്ചു. ടെൻഡർ കിട്ടിയപ്പോഴേക്കും അച്ഛൻ പോയി കഴിഞ്ഞു. ഐ എം സോറി അച്ഛ. അച്ഛൻ അനുസരണയുള്ള ഒരു മകനല്ല ഞാൻ. എന്താ പാരി ഇങ്ങനെ പറയുന്നേ? നീ ഒരു എഞ്ചിനീയർ അല്ലേ, കോളേജ് ടോപ്പർ. നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? യു ആർ എ വെരി ഗുഡ് സൺ. എന്ത് ധൈര്യം ഉണ്ടായിട്ട് അനുവാദം ഇല്ലാതെ അകത്ത് കിടന്നത്? നിങ്ങൾ അകത്തിടട്ടെ. നിന്നെ അകത്തിടാൻ പോകുന്നത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ച് 15 കോടിയുടെ കോൺട്രാക്ട്. അത് ഞങ്ങളുടെ കൂട്ടുകാരന്റെ ഡിഗ്രിയാ. നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? പറയടാ. ഇത് 150 ഏക്കർ പ്രോപ്പർട്ടിയാ. നിങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല. മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. അച്ഛൻ്റെ ചിതാഭസ്മം കാശിയിലൊഴുക്കാൻ പോവാ. നിങ്ങളെയും ചേർത്തൊഴുക്കട്ടെ. അച്ഛനെ പൊക്കിക്കോടാ. ഓടിപ്പാടാ. എടാ എങ്ങോട്ട് പോവാനാ? വാ വാ, ഇവിടെ ഉണ്ട്. വരരുത്. ഇവിടെ നോക്ക്. നീ ആരാണെന്ന് പറഞ്ഞോ? അല്ലെ നിന്റെ അച്ഛന് ചിതാഭസ്മം കാശിയിലല്ല കക്കൂസിലിടും. അങ്ങനെയാണെങ്കിൽ സത്യം പറയുന്നു അതോ ഇതിനകത്തിടണോ? നീ ട്രിഗർ അമർത്തിയാൽ ഞാൻ ഫ്ലഷ് അമർത്തും. 3 വരെ എണ്ണും. എടാ സെന്തിൽ, ഇതിനകത്ത് കിടറ അവന്റെ അച്ഛനെ. 1. ഞങ്ങൾ ചത്താലും കുഴപ്പമില്ലടാ. നിന്റെ അച്ഛനെ ഞങ്ങൾ ഇതിനകത്തിട്ട് ഇളക്കും. 2. നിന്റെ അച്ഛന് ശാന്തി കിട്ടാതെ ഈ കക്കൂസി തന്നെ കിടന്ന് ചുറ്റാൻ പോവാ. എടാ എന്താടാ? കുടത്തിൽ അച്ഛനില്ല. കുടം മാറി എടുത്തോണ്ട് വന്നത്. ഈ കുടത്തിനകത്തൊന്നുമില്ല. കുടത്തിനകത്ത് എടാ ഇടാ, അതിനകത്ത് ഇടടാ. എടാ ഇടാ, ഇട്. എടാ ഇടാനല്ലേ പറഞ്ഞത്? ഇടാ, ഇടാനാ പറഞ്ഞത്. ഇട്. എടാ ഇടടാ. ഇടാ, കുടഞ്ഞിട്. വീട്. പറയടാ, നീ ആരാ? ഞാൻ പഞ്ചവൻ പാരിവേന്ദൻ. ഇടക്കള്ള. സത്യമായിട്ട് പറയുക. എന്റെ അച്ഛനാണ് സത്യമായിട്ട് പറയുക. ഞാൻ തന്നെയാ പാരി. അവൻ പപ്പു. പപ്പു? ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകൻ. ഞങ്ങളെല്ലാവരും അവനെ പപ്പു എന്നാ വിളിക്കുക. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ അവനെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. ബൾബ് ഇടുന്നത്, തുണി തേക്കുന്നത്, ബ്രെഡും മുട്ടയും വാങ്ങിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവനാണ് ചെയ്യാറ്. അവന് പഠിക്കണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. എൻ്റെ പഴയ യൂണിഫോം ഇട്ടോണ്ടാ സ്കൂളിലേക്ക് പോകുന്നത്. ഏത് ക്ലാസ് റൂമാണോ അവനിഷ്ടം അവിടെ പോയിരിക്കും. എനിക്ക് പഠിത്തം വലുതായിട്ടൊന്നും കയറത്തില്ല. സോ എനിക്ക് അവൻ ആവശ്യമായിരുന്നു. എൻ്റെ ഹോംവർക്കൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ എക്സാമും അവനോട് തന്നെ എഴുതാൻ പറഞ്ഞത്. ഒക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സാർ 6ാം ക്ലാസ്സിലെ കുട്ടി 10ാം ക്ലാസ്സിലെ കണക്കിടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. മോനെ, ഏത് ക്ലാസ്സാ നീ? നിന്റെ പേരെന്നാ? ഞങ്ങൾ കുടുങ്ങി.
എൻ്റെ അച്ഛൻ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് സാറത് ഹെഡ്മാസ്റ്ററിനോട് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനോട് പറഞ്ഞു. നീയല്ലേ തുടങ്ങി വെച്ചേ, നീ തന്നെ അവസാനിപ്പിക്കേ. നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ തിരിഞ്ഞു നിന്ന് വിരലടയാളമെന്ന് കളിയാക്കുക. ഈ ഗതി എൻ്റെ മകന് വരാൻ പാടില്ല. ഇവന് വിദ്യാഭ്യാസം വേണം, എൻ്റെ മകന് ഡിഗ്രി വേണം. ഇവൻ എഞ്ചിനീയർ ആകട്ടെ. പഞ്ചവൻ പാരിവേന്ദൻ എന്ന പേരിൽ ഇവൻ വാങ്ങുന്ന ഡിഗ്രി ഈ ഭിത്തിയിലിരിക്കണം. ഞാനും 4 കൊല്ലം ലണ്ടനിലായിരുന്നു. IECയിൽ അവൻ എൻ്റെ പേരിൽ എഞ്ചിനീയറിംഗും പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IECയുമായി ബന്ധപ്പെട്ട ആരെയും കാണരുതെന്ന് അച്ഛൻ അവൻ്റെ അടുത്ത് സത്യവും മേടിച്ചു. ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ 2 കൂട്ടുകാർ എന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പപ്പു, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് തരാൻ നിങ്ങൾ പോയി കാണണം. പക്ഷേ ഒരു കാര്യം, ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. ഏത് രഹസ്യം? മുതലാളി, ആ മൊന്തയല്ല മുതലാളി, ഈ മൊന്തയാ. അച്ഛൻ ഇതിനകത്താ ഉള്ളേ. അച്ഛാ, അച്ഛാ. Hey, what's the hell going on? Who is he? അത് മുരുകനാ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ. സബ് ടൈറ്റിൽ ഇല്ലാതെ മനസ്സിലാവില്ല. നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? ധനുഷ്കോടി. ധനുഷ്കോടിയിലേക്കോ? എന്തിനാ? ഭാര്യയെ കാണാൻ. അവിടെ അവൻ എന്താ ചെയ്യുന്നത്? അറിയില്ല, ഏതോ സ്കൂളിന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. സ്കൂളോ? ഭാര്യ സ്കൂൾ ടീച്ചറാണോ? അതാണ് അവൻ വാട്ടർ ടാങ്കിന്റെ അവിടെ വരാഞ്ഞതല്ലേ? ഞാൻ ഫിക്സലിൻകോയുടെ വൈസ് പ്രസിഡന്റ്. അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for ball, C for cat, D for donkey, F for fort. പോടാ. ഞാൻ നെക്സ്റ്റ് വീക്ക് കൊസസി പസപ്പുകളോടൊപ്പം ഇന്റർനാഷണൽ ഡീൽ സൈൻ ചെയ്യാൻ പോവാ. അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for boy, C for cat. സാധ്യതയില്ല. പണ്ട് ഭാര്യയോടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പൊ വളരെ കൂടി. ഞങ്ങളെല്ലാം എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചത്? അച്ഛനും അമ്മയ്ക്കും വിലയുണ്ടാവും, നല്ല ജോലി കിട്ടും, ഫോറിൻ പോകാം, സുന്ദരിയായ ഭാര്യയെ കിട്ടും, സ്വന്തം വീട് കാർന്ന് സെറ്റിൽഡ് ആകാം. പക്ഷേ അവൻ ഇതിനൊന്നിനുമല്ല കോളേജിൽ വന്നത്. ജസ്റ്റ് പഠിക്കാൻ വേണ്ടി, അവന്റെ അറിവ് വളർത്താൻ വേണ്ടി മാത്രം വന്നു. അവന് ലാസ്റ്റ് വരുന്നതിനെ കുറിച്ച് പേടിയില്ല, ഫസ്റ്റ് വന്ന അഭിമാനവും ഇല്ല. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? ശരി ഉത്തരം, നീൽ ആംസ്ട്രോങ്. എല്ലാവർക്കും അറിയാം. രണ്ടാമതായി കാലുകുത്തിയതാരാ? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലിൽ നടക്കണമെന്നാണോ? രണ്ടാമതായി കാലുകുത്തിയ മനുഷ്യൻ ആര്? No, don't waste your time. It's not important. Because രണ്ടാം സ്ഥാനത്തെത്തുന്ന ആർക്കും ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് 25 കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതിനായി നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു. അതായത് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ടാകും. This is your last laugh, my friends. Put the pedal to the metal. Excellent, Abu. Go out there at Manchester. Any questions? Yes. സർ, ഒരു പക്ഷേ ജോലി കിട്ടിയിട്ട് എക്സാമിൽ അല്ല ഫെയിലായാൽ അല്ല ആ ജോലി കിട്ടുമെന്നറിയാൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി മറ്റാർക്കെങ്കിലും ഇതുപോലെ സംശയമുണ്ടോ? വിചാരിച്ചു. പ്ലീസ് കം ഓൺ സ്റ്റേജിലേക്ക് വരൂ. Everybody give them a big hand. Come on stage. Come. Don't waste my time. കഴിഞ്ഞ 4 വർഷങ്ങളായി IECയിലെ എല്ലാ എക്സാമുകളിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ലാസ്റ്റ് ആവുന്നത്. ഈ ജീനിയസുകളുടെ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും. കാരണം എന്താണെന്നറിയാമോ? ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ. ഇവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പാസ്സായാലും ശരി, ഫെയിൽ ആയാലും ശരി, ഇവരുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലല്ലോ. ഐ ഗ്യാരണ്ടി.
ഈ മിടുക്കരായ സ്റ്റുഡൻസിന്റെ പേരുകൾ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം. ബൈസെന്റിലേറ്റർ, ഡ്രിവൻ കാറ്റനേഷൻ. പ്ലീസ് ഗിവ് ദം എ ബിഗ് ഹാൻഡ്സ്.